ദേവിയാനിക്കൊരു കോള് വരുന്നുണ്ട്. ദേവിയാനിയുടെ പഴയ കൂട്ടുകാരി ഗായത്രി ആയിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കാം. ഹലോ ദേവിയാനി, തനിക്ക് സുഖമല്ലേ? ആരാ ഇത്? ഗായത്രിയോ? നീ കുറേ നാളായല്ലോ എന്നെ വിളിച്ചിട്ട്. അല്ല, ഇപ്പം എന്താ? ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് നിന്നെ വിളിച്ചതാ. എന്താ ഗായത്രി? എൻ്റെ മോളുടെ കല്യാണാ. നീ എന്തായാലും കുടുംബസമേതം നേരത്തെ ഇങ്ങോട്ട് പോരണം. ആ, ശിഖമോളുടെ കല്യാണമൊക്കെ ആയോ? പിന്നെ അവള് വലിയ കുട്ടിയായില്ലേ? നീ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. നീ എന്തായാലും കല്യാണത്തിന് നേരത്തെ തന്നെ വരണം. നിന്റെ മരുമകളെയും മകനെയും അവിടെയുള്ള എല്ലാവരെയും കൂട്ടി വരണം. അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതെന്താടോ, ഞാൻ ഫോൺ ചെയ്ത് നിന്നോട് കല്യാണം പറഞ്ഞ കാരണമാണോ നീ വരാത്തെ? നേരിട്ട് വരാൻ സമയമില്ലാത്തോണ്ടാടാ. അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് ഫോണിലൂടെ പറഞ്ഞത്. എല്ലാറ്റിനും ഞാൻ തന്നെ ഓടി നടക്കണ്ടേ? തനിക്കറിയുന്നല്ലേ എൻ്റെ കാര്യം. അതൊക്കെ എനിക്കറിയാം. അതിൽ ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ജോലി തിരക്കൊക്കെ അല്ലേ, അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി വരാൻ പറ്റുമെന്ന് അറിയില്ല എന്നാ. എന്തായാലും നിന്റെ മരുമകളെ കൂട്ടി വരണം. നിന്റെ ആ നയനമോളെ എനിക്കൊന്ന് കാണണം. ഗ്രേസിയെ കല്യാണം പറയാൻ വിളിച്ചപ്പോളേ അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്തായാലും ഇക്കാലത്ത് അങ്ങനൊരു പെൺകുട്ടിയെ കാണാൻ കിട്ടുന്നത് അത്യപൂർവ. അതുകൊണ്ടാ നീ അവളെ കൂട്ടി വരാനായിട്ട് പറഞ്ഞത്. നോക്കാടാ, അല്ലെങ്കിൽ ഞാൻ ജയേട്ടനെ കൂട്ടി വരാം. അവൾക്കിപ്പോ ഓഫീസിൽ വലിയ തിരക്കാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നയനമോളെ കൂട്ടി തന്നെ വരണം. ശരി, എന്തായാലും കല്യാണത്തിന് ഞങ്ങൾ വന്നോളാം. കല്യാണ ഡേറ്റ് മറക്കണ്ട. ഈ വരുന്ന 15-ാം തീയതിയാ. നീ വരാൻ മറക്കല്ലേ? ഇല്ലടി എന്നും പറഞ്ഞ് ദേവിയാനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. അല്ലമ്മേ, ആരാ അമ്മയ്ക്ക് വിളിച്ചിരുന്നേ? എന്തോ സന്തോഷത്തിലാണല്ലോ. അതിൻ്റെ കൂട്ടുകാരിയാ ഗായത്രി. അവളുടെ ഇളയ മോളുടെ കല്യാണ. അപ്പോൾ നമ്മളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. പ്രത്യേകം മോളോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ അമ്മേ നമ്മൾ ഇവിടുന്ന് കല്യാണത്തിന് പോവാ? അതൊന്നും നടക്കില്ല. അത് ഞാൻ നടത്തിയെടുത്താലോ? അതൊക്കെ എനിക്ക് വിട്ടേക്ക് മോളെ. നമുക്ക് എന്തായാലും ഒരു ട്രിപ്പും ആവും. മോളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഇതിപ്പോൾ പറ്റിയ അവസരം. അതെങ്ങനെയാ അമ്മേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. മോളൻ്റെ കൂടെ വരാനേ റെഡിയായിരുന്നു എന്നും പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ആദർശ് വരുന്ന സമയത്ത് എല്ലാവരോടുമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. ആദർശേ, നിനക്ക് ഗായത്രി അറിയില്ലേ? ആ, ഗായത്രി ആൻറ്റിയുടെ മോളുടെ കല്യാണ. നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഈ വരുന്ന 15-ാം തീയതി കല്യാണം. നിനക്ക് വിഷുവിൻ്റെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരിക്കില്ലേ ഓഫീസിൽ? അതെ അമ്മേ, ഞാൻ അമ്മയോട് പറയാൻ നിൽക്കുമായിരുന്നു. ഒരുപാട് തിരക്കുള്ള സമയമാണ്. എന്തായാലും കല്യാണത്തിന് എനിക്കോ നയനയ്ക്കോ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? നയനയ്ക്ക് വന്നാൽ വിഷുവിന് നയനയുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇറക്കുന്നുണ്ട്. അതുകൊണ്ടാ നയനയ്ക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. അവളെൻ്റെ അടുത്ത് പറഞ്ഞത് മരുമകളെയും മകനെയൊക്കെ കൂട്ടി വരണമെന്നാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഞാൻ തനിയെ പോവാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇത് കേൾക്കുന്നതും നയന പറയുന്നുണ്ട്, ആദിശേട്ടാ, ഒരു ദിവസത്തെ കാര്യമല്ലേ, നമുക്ക് അമ്മയുടെ കൂടെ പോവാം. നയനെ, എനിക്കെന്തായാലും പോകാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ, അമ്മയുടെ കൂടെ നീ പോ. വേണ്ട ആദർശേ, അവൾ എൻ്റെ കൂടെ വരണ്ട. അതെന്താ ദേവേനി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? മകൻ കൂടെ ഇല്ലെങ്കിൽ എന്താ? മരുമകളെ കൂട്ടി കല്യാണത്തിന് പോവാം. നീ എന്തായാലും നയനമോളെ കൂട്ടി പോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒന്നും വാക്ക് ധിക്കരിച്ചു എന്ന് വേണ്ട. ഞാൻ അവളെ കൂട്ടി പൊക്കോളാം എന്ന് ദേവയാനി പറയുന്നുണ്ട്. ദേവയാനി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടങ്ങ് പോവാണ്. നയനയ്ക്ക് ദേവയാനിയുടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വലിയ ഇഷ്ടമായിരിക്കും. അങ്ങനെ നയന ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഭയങ്കരേ, അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയാമല്ലേ? ഇപ്പം എന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. എന്തായാലും കല്യാണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കാം മോളെ. അന്നേ ദിവസം അവിടെ തങ്ങിയിട്ടിങ്ങ് തിരിച്ചു പോന്നാൽ മതി. എനിക്കെന്നെ മോളെ ഒരു ദിവസം തനിയെ കിട്ടുമല്ലോ. അതാലോചിക്കുമ്പോഴാ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എനിക്കും അതമ്മേ. അമ്മയുടെ കൂടെ കുറച്ചു നേരം ചെലവഴിക്കാലോ. അതോർക്കുമ്പോൾ എനിക്ക് സന്തോഷം. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തിലായിരിക്കും. എന്നാ ഈ വിവരം ജലജ അനാമികയോട് വന്ന് പറയുന്നുണ്ട്. ദേ അനാമികയെ, നീ ഇവിടെ ബുക്കും വായിച്ചിരുന്നോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ? എന്താ ഇളയമേ, ഇവിടെ എന്താ നടക്കുന്നേ? ആ നയന എന്ന് പറയുന്നവളെ ദേവിയാനി ചേച്ചിയുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോവാ. അവൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോട്ടെ. അങ്ങനെ നീ തള്ളിക്കളയണ്ട. പോകുന്നതേ നിന്റെ വല്യമ്മയുടെ കൂടെയാ. അവര് രണ്ടുപേരും കൂടെയാ കല്യാണത്തിന് പോകുന്നേ. വല്യമ്മയുടെ കൂടെയോ? വല്യമ്മ സമ്മതിച്ചോ? ഏട്ടത്തിക്കേ 100 വട്ടം സമ്മതം. ആദർശിനെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. നീ ഇപ്പം ആരായി? അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ആദ്യം ചോദിക്കുക ആരോടാ? നിന്നോടായിരുന്നു. ഇപ്പം നിനക്കിവിടെ ഒരു വിലയുമില്ല. അവരെ രണ്ടുപേരെയും ഞാൻ വിടില്ല അപ്പച്ചി. എങ്ങനെയെങ്കിലും ഞാനിത് മുടക്കിയിരിക്കും. അനാമിക ദേവിയാനിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്.
വല്യമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. വല്യമ്മ ഇപ്പോ നയനയെ കൂട്ടിയാണോ കല്യാണത്തിന് പോകുന്നേ? വല്യമ്മ എന്തിനാ അവളെ കൂട്ടി കല്യാണത്തിന് പോകുന്നേ? വല്യമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ പോന്നേനല്ലോ. അത് മുത്തശ്ശനും ആദർശൊക്കെ പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചതാ അവളെ കൂട്ടി പോവാ എന്ന്. ഇനിയിപ്പോ മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും വല്യമ്മയ്ക്കിപ്പോ അവളോട് തന്നെയാ കൂടുതൽ സ്നേഹവും സിമ്പതിയും ഒക്കെ. എന്നെ ഇപ്പോ ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്ന പോലുമില്ല. ആര് പറഞ്ഞു എനിക്ക് നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ? വേറെ എല്ലാവരും. വാക്കിൽ മാത്രമേ വല്യമ്മയ്ക്ക് അങ്ങനെയുള്ളൂ, പ്രവൃത്തിയിൽ ഞാൻ അതൊന്നും കാണുന്നില്ല. അവൾ എൻ്റെ കൂടെ കല്യാണത്തിന് വന്നെന്ന് കരുതിയിട്ട് അവളെ ഞാൻ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല മോളെ. എല്ലാവരെയും കാണിക്കാനായിട്ടൊന്ന് കൂടെ കൊണ്ടുപോവാ, അത്രയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനാമികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാ അനാമികയ്ക്ക് ഇതൊന്നും അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. പിന്നീട് കാണിക്കുന്നത് നയനയെ ആയിരിക്കും. കല്യാണ ദിവസം നയന അതിസുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ട്. ദേവയാനി വാങ്ങിച്ചു കൊടുത്ത സാരിയും അതുപോലെ ആ ഡയമണ്ട് നെക്ലേസ് ഒക്കെ ഇട്ട് നയനയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതിനൊത്തു തന്നെ ദേവയാനിയും ഒരുങ്ങി വരുവാണ്. നയനയോട് ദേവയാനി പറയുന്നുണ്ട്, മോളെ നിന്നെ കാണാനേ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാ അമ്മയെ കാണാനും നല്ല ഭംഗിയുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ദേവയാനിയോട് പറയുന്നുണ്ട്, ദേവയാനി നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുക. ദേവയാനി ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ദേവയാനി നയനയെ കൂട്ടി ഇറങ്ങുവാണ്. ഇത് നോക്കി നിൽക്കുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും. മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ കാഴ്ച കാണാൻ വല്ലാത്തൊരു സുഖമുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുന്നു. ദേവയാനിയും നയനയും അങ്ങനെ യാത്ര തുടങ്ങുവാണ്. പോകുന്ന വഴിക്കില് നയനോട് കുശലം പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കില് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. എതിരെ വന്ന വണ്ടി തട്ടിത്തെറിപ്പിക്കുകയാണ്. എല്ലാവരും വന്ന് രക്ഷിക്കുന്നുണ്ട്. ദേവയാനിയെയും നയനയെയും ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. അവിടെ എത്തുന്ന സമയത്ത് ദേവയാനിക്ക് ബോധം ഉണ്ടായിരിക്കില്ല. നയനയ്ക്ക് ബോധം വരുന്ന സമയത്ത് ദേവയാനിയെ അന്വേഷിക്കാം. ഡോക്ടറെ, അമ്മ എവിടെയാ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, താൻ റെസ്റ്റ് എടുക്ക്. തലയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ശബ്ദം വെക്കാനൊന്നും പാടില്ല. വീട്ടിലോട്ട് വിവരം അറിയിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്നിപ്പോൾ ആൾക്കാർ വരും എന്നും പറഞ്ഞ് നയനയെ അവിടെ കിടത്തുവാണ്. നയനയ്ക്കൊരു സമാധാനം ഉണ്ടായിരിക്കില്ല. ആദർശൊക്കെ ഹോസ്പിറ്റലിലോട്ട് വരുവാണ്. ആദർശ് ആദ്യം കാണുന്നത് നയനയെ ആയിരിക്കും. നയനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നയന അപ്പോഴും ചോദിക്കുന്നത് അമ്മയെ ആയിരിക്കും. ഡോക്ടർ അങ്ങനെ ആദർശിനെയും ജയനെയും വിളിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേവയാനിക്ക് തലയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട്, ഇതുവരെ ബോധം വന്നിട്ടില്ല. ബോധം വന്നാലേ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റൂ. ഡോക്ടറെ, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞല്ലോ തലയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്കാനിങ് റിപ്പോർട്ട് വരട്ടെ, ബാക്കിയെല്ലാം അപ്പം സംസാരിക്കാം എന്നും പറഞ്ഞ് വിടുക. ദേവയാനിക്ക് അങ്ങനെ ബോധം വരുന്നുണ്ട്. ആദർശും ജയനും ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ജയേട്ടാ, ആദർശേ എന്നൊക്കെ വിളിച്ച് ദേവയാനി പൊട്ടിക്കരയുന്നുണ്ട്. എന്നാ നയനയ്ക്ക് ദേവയാനിയെ കാണണമെന്ന് വാശി പിടിക്കുകയാണ്. നയനയുമായിട്ട് ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് നയന ദേവയാനിയുടെ മുഖത്ത് നോക്കി സങ്കടത്തോടു കൂടി വിളിക്കുന്നുണ്ട് അമ്മയെന്ന്. എന്നാ ദേവയാനിയുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരിക്കില്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അല്ല ആദർശേ, ഈ കുട്ടി ആരാ? ഇത് കേൾക്കുമ്പോൾ ആദർശും ജയനും ഒക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിലേറെ നയനയായിരിക്കും ഞെട്ടുക. അമ്മേ, നയനയോ? എനിക്ക് ഈ കുട്ടിയെ അറിയില്ലല്ലോ. ഡോക്ടറെ, എന്തൊക്കെയാ അമ്മ പറയുന്നേ? അമ്മയ്ക്ക് നയനയെ ഓർമ്മയില്ലാന്നോ? ചില സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ബോധം വന്നതിന് ശേഷം പറയാൻ പറ്റൂ എന്ന്. ചില കാര്യങ്ങളെല്ലാം ദേവയാനി മറന്നിരിക്കുക. ഭർത്താവിനെയും മകനെയും ഒക്കെ ദേവയാനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാ നയന എന്ന പെൺകുട്ടിയെ ദേവയാനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കുറച്ചു കാലം മുൻപത്തെയാണ് ദേവയാനി മറന്നിരിക്കുന്നത്. ഡോക്ടറെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? പേടിക്കാതിരിക്കുക, തലയ്ക്ക് നല്ല പരിക്കുണ്ടായിരുന്നു, അതിൻ്റെ ആയിരിക്കാം. നമുക്കെന്തായാലും ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്തേക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ഒരുപാട് സങ്കടത്തോടു കൂടി പൊട്ടിക്കരഞ്ഞാണ് നയന ഇരിക്കുന്നത്.